എത്രമേൽ സ്നേഹത്തോടുകൂടിയും ഹൃദയവായ്പോടുകൂടിയാണ് മലയാളികളോട് പെരുമാറിയത്. കണ്ണനായരിലേക്ക് പോവുകയാണ്. കണ്ണൻ ഇപ്പോൾ ചാത്തന്നൂരിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോഴും വലിയ ജനക്കൂട്ടമാണ്. അവിടെയാണ് കുഞ്ഞുങ്ങളെയും സ്ത്രീകളും ഒക്കെ തന്നെ കാത്തിരിക്കുകയാണ്. സമയം ഇപ്പോൾ 2 മണി ആയിരിക്കുകയാണ്. ആ 2 മണി സമയത്താണ് ഇത്രയും ആൾക്കൂട്ടം. പ്രജീഷ്, ഞാൻ പാരിപ്പള്ളിയിൽ നിന്ന് നേരെ കല്ലുവാതുക്കൽ കടന്നു വന്നപ്പോൾ കല്ലുവാതുക്കൽ ഒന്ന് പാസ് ചെയ്യാൻ വേണ്ടി പെട്ടത് വളരെ ബുദ്ധിമുട്ടിയതാണ്. അതിനുശേഷം ചാത്തന്നൂരിലെ ഒരു വലിയ ജനസഞ്ചയം കണ്ടതാണ്. അതിനുശേഷം ഇനി വരാൻ പോകുന്നത് കൊട്ടിയത്തേക്കാണ്. കൊട്ടിയത്തും വലിയ രീതിയിൽ തിരക്കുണ്ട്. ഇപ്പോൾ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ നമ്മോടൊപ്പം ഉണ്ട്. സഖാവേ, ES വിടവാങ്ങുന്ന ഒരു സന്ദർഭമാണ്. എങ്ങനെയാണ് വർഷങ്ങളോടുള്ള ഒരു ബന്ധമാണ്? എല്ലാ തലത്തിലും ഏതൊക്കെല്ലാം ചുമതലകൾ വഹിക്കേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം VS-ൻ്റെതായ ഒരു പങ്കാളിത്തം ഉറപ്പാക്കാൻ ശ്രമിച്ചിരുന്നു. VS-ൻ്റെ ഒരു ഏറ്റവും വലിയ ഇന്ധനമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സവിശേഷമായ സംഘടനാ പാഠവുമാണ്. കൊല്ലത്ത് അദ്ദേഹം നടത്തിയ ഇടപെടൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു പ്രശ്നം ഏറ്റെടുത്താൽ അതിൻ്റെ അങ്ങേ തലയ്ക്കലെത്തുക എന്നുള്ളതാണ് അദ്ദേഹം എടുക്കുന്നൊരു നിലപാട്. അത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ, മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴെല്ലാം തന്നെ ആ ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. കൊല്ലത്തെ ഭാഷാ സമ്മേളനം ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. നമ്മുടെ മലയാള ഭാഷയുടെ ശ്രേഷ്ഠ ഭാഷാ പദവിക്ക് വേണ്ടിയുള്ള സമരമായിരുന്നു നടന്നത്. അന്ന് 3 ദിവസം നീണ്ടു നിന്ന 50-ൽ പരം ഭാഷാ പണ്ഡിതന്മാർ പങ്കെടുത്ത ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് VS ആണ്. ഇത് പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിലാളി വർഗ സമരങ്ങളും മറ്റിടപെടലുകളും മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. പക്ഷേ സാംസ്കാരിക രംഗത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതിൽ അദ്ദേഹം പഠിക്കുകയും ഇടപെടാനും ചെയ്തിട്ടുണ്ടെന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് ചെയ്തെന്നുള്ളത്. ഒരർത്ഥത്തിൽ 7ാം ക്ലാസ് അന്നത്തെ വിദ്യാഭ്യാസം തീരെ ചെറിയ വിദ്യാഭ്യാസമല്ല. എല്ലാവരും അദ്ദേഹത്തിന് 7ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളെന്ന് പറയുമ്പോൾ അന്നത്തെ 7ാം ക്ലാസ് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ്റെ ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ്. അതുകൊണ്ട് ഒരു ബേസ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അറിവ് വികസിപ്പിക്കാൻ ആ 7ാം ക്ലാസ് വിദ്യാഭ്യാസം അടിത്തറയായിട്ട് വർത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അത് കൃത്യമായി പഠിച്ചിടപെടാൻ കഴിയാവുന്ന വിധത്തിലേക്ക് VS-ൻ്റെ 8 പതിറ്റാണ്ട് സഹായകരമായി എന്നുള്ളതാണ് വസ്തുത. അതുതന്നെയാണ് 8 പതിറ്റാണ്ട് തന്നെ 80 വർഷത്തിലധികം നീണ്ടുനിന്ന ആ VS-ൻ്റെ ഒരു സമര പോരാട്ടം ഈ കർഷക തൊഴിലാളി സമരത്തിൽ മാത്രമല്ല, ഒപ്പം തന്നെ ഭാഷാ ഒരു പാരമ്പര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. ചിന്താ ജെറോം. 2 മണി കഴിഞ്ഞിരിക്കുന്നത്. നമ്മളൊരു 6 മണിക്ക് പ്രതീക്ഷിച്ചതാണ്. VS-ന് എങ്ങനെയാണ് നമ്മുടെ നാട് കൊല്ലം വിടവാങ്ങുന്നത്? 6 മണിക്കാണ് കൊല്ലത്ത് ബസ് ബേയിൽ എത്തുമെന്ന് പറഞ്ഞത്. ഒരു 4 മണിയോടുകൂടി തന്നെ ഇവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. ഇപ്പോൾ മണി ഏകദാണ്ട് 2 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും കൊട്ടിയത്തെ എത്തിയിട്ടുള്ളൂ. പക്ഷേ എത്ര ഇരുട്ടിയാലും എത്ര ഉറക്കം നഷ്ടപ്പെട്ടാലും സഖാവിനെ അവസാനം കണ്ടേ മടങ്ങൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തിൽ നിൽക്കുന്ന ഒരു ജനാവലിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വ്യക്തിപരമായി ഞാൻ SFI ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയൊക്കെയാണ്. ആ സമയത്ത് ഇടപെടലുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത്, നിയമസഭാ സാമാജികനായിരിക്കുന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ ഒരു തൊഴിലാളി എങ്ങനെയാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി മാറുമ്പോൾ നടത്തുന്ന ഇടപെടൽ. അതുപോലെ തന്നെ കണ്ണൻ ചേട്ടനെല്ലാം രാവിലെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കേട്ടു. ഓണത്തിന് വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ പെട്ടെന്ന് വിഷ്വൽ എടുത്തിട്ട് പോകൂ, നിങ്ങൾക്ക് ഓണമില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം അന്യൻ്റെ അപരൻ്റെ ഒരു ജീവിതത്തെ കൂടിയുള്ള ആ ഒരു കൺസേൺ അത് ഇടതുപക്ഷ പ്രവർത്തകർക്കുള്ളതാണ്, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കുള്ളതാണ്. അത് സഖാവ് VS-ൽ നമ്മൾ കാണുന്നുണ്ട്. VS-നെ ഓരോ തലത്തിലാണ് മനുഷ്യർ ഹൃദയത്തിൽ വാങ്ങുന്നത്. ഇവിടെ ഒരു മോള് വന്നിരിക്കുന്നു. അപ്പം ആ മോളെ 2.5 വയസ്സുള്ളപ്പോൾ VS എഴുത്തിനിരുത്തിയ കുട്ടിയാണ്. അപ്പോൾ അവസാനമായി VS-നെ ഒന്ന് കാണാൻ വന്നിരിക്കുകയാണ്. അമ്മമാരുണ്ട്, പ്രായമായ രക്ഷിതാക്കൾ, അതുപോലെ തന്നെ യുവാക്കൾ. VS-നെ ഒരു വട്ടം പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയമെല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി വരുന്നവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എനിക്ക് ഏറ്റവും സ്വാധീനം തോന്നിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ശൈലി, പ്രസംഗ ശൈലിയാണ്. ആളുകളെ പിടിച്ചിരുത്തുന്ന, നീട്ടിയും കുറുക്കിയുമുള്ള ആ ഒരു. പക്ഷേ നമ്മൾ അടുത്ത് കാണുന്നത് സംസാരിക്കുമ്പോൾ ആ നീട്ടിയും കുറുക്കിയൊന്നുമില്ല. അങ്ങനെ VS-നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. കുട്ടനാട്ടിലെ കർഷക സമരത്തിൻ്റെ കർഷക തൊഴിലാളികൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൻ വേണ്ടിയാണ് അങ്ങനെ നീട്ടിയും കുറുക്കിയോടൊരു സംസാരത്തിലേക്ക്. അതെ, അന്ന് മൈക്കൊന്നും ഇല്ലാത്ത കാലത്ത്
ശ്രോതാക്കളെ പറയുന്ന ആശയങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ, ആ ഒരു പ്രത്യയശാസ്ത്ര ധാരണ ജനങ്ങൾക്കുണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ എത്ര ഗൗരവമേറിയ വിഷയമാണ് അവതരിപ്പിക്കുന്നതെങ്കിലും ആ വിഷയം വളരെ ലളിതമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കാനായി തൻ്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തി വന്നു എന്നുള്ളതാണ്. ആ ശൈലിക്ക് തന്നെ എത്രയോ ആരാധകരുണ്ട്. അപ്പം VS എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറഞ്ഞാൽ അതൊരു കാലഘട്ടത്തിൻ്റെ അവസാനമാണ്. സഖാവ് VS ഇനിയും പുതിയ തലമുറയിലൂടെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ, അദ്ദേഹത്തിന് മരണമില്ല എന്നുള്ളതൊരു മുദ്രാവാക്യമല്ല, അല്ലെങ്കിൽ ഒരു മരിക്കുന്ന സമയത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയം മാത്രമല്ല, അതൊരു വികാരമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. സഖാവ് VSന് മരണമില്ല. VS ഉയർത്തിപ്പിടിച്ച നിലപാടിലൂടെ കേരളത്തിലെയും രാജ്യത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ ശക്തമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതുതന്നെയാണ് VSന് മരണമില്ല എന്നുള്ളത് ഒരു വികാരമാണ്, അല്ലെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്ന ഈ ജനസഞ്ചയം നമുക്ക് കാണുന്ന സമയത്ത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ 6 മണിയോടുകൂടി ഇവിടേക്ക് അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 2 മണി കഴിഞ്ഞിരിക്കുന്നു.